ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നാടൻ രുചികളോട് നമുക്ക് മലയാളികൾക്കൊരു പ്രത്യേകിച്ചൊരു ഇഷ്ടക്കൂടുതലുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഒഴിച്ചുകറിയാണ്. വെള്ളരിക്കയും മാങ്ങയും ചേർത്ത് മോരൊഴിച്ചുള്ള ഒരു ഒഴിച്ചുകറി. ഇതൊരു തനി നാടൻ ഡിഷാണെങ്കിലും ഇത്തിരി സ്പെഷ്യലാക്കിയാണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഈ കറി ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒഴിച്ചുകറിക്ക് ആദ്യം കുറച്ച് വെള്ളരിക്കായും മാങ്ങായും കൂടെ നമ്മളൊന്ന് വേവിച്ചെടുക്കണം. നാടൻ കറിയല്ലേ, അതുകൊണ്ട് നമുക്ക് ചട്ടി തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 10-12 കഷ്ണം വെള്ളരിക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ അത്രയും തന്നെ മാങ്ങ എടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ അവരവരുടെ പുളിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അവരവരുടെ പുളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് മാങ്ങയുടെ പുളിക്കും അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് മോരും ചേർക്കുന്നുണ്ട് ലാസ്റ്റിൽ. അതുകൊണ്ട് പുളി കൂടി പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് സ്റ്റവ് ഓൺ ആക്കി കൊടുക്കാം. അപ്പം ഞാൻ ഇതിനകത്ത് വേറെ ഒന്നും ചേർത്തിട്ടില്ല. മാങ്ങയും വെള്ളരിക്കയും മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളവും മാത്രം. ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. അപ്പോൾ മാങ്ങയും വെള്ളരിക്കയും വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനൊരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. അതിലൊരു കുറച്ച് വെളിച്ചെണ്ണ, ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ. എണ്ണ ചൂടായിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ കൂടി പോകരുത്. ഉലുവ കൂടി കഴിഞ്ഞാൽ കറിക്ക് ഒരു കയ്പ്പ് വരും. പിന്നെ ഒരു 4 വറ്റൽമുളക്. ഈ വറ്റൽമുളക് ചെറുതാണെങ്കിലും ഭയങ്കര എരിവുള്ള വറ്റൽമുളക്, അതുകൊണ്ടാണ് ഞാൻ 4 എണ്ണം ചേർത്ത്. അവരവരുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും കരിഞ്ഞു പോകാതെ ഒരു ബ്രൗൺ കളർ ആവുന്നിടം വരെ ഒന്ന് ഫ്രൈ ചെയ്യണം. ഉലുവയും വറ്റൽമുളകും ആവശ്യത്തിന് മൂത്തിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇതൊന്ന് തണുക്കാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സാധനങ്ങൾ തണുത്തു. ഞാനിപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഒരു 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്. മെഷറിംഗ് കപ്പ് കയ്യിലില്ലാത്തവർക്ക് നമ്മുടെ ഇതുപോലെ കൈക്ക് 2 കൈ തേങ്ങ ഇട്ട് 1/2 കപ്പ് തേങ്ങയാവും. അത്രയും തേങ്ങയും കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് നല്ല പേസ്റ്റായിട്ട് ഒരു ശകലം വെള്ളവും കൂടി ഒഴിച്ച് അരച്ചെടുക്കണം. അരപ്പ് ഇതുപോലെ ഫൈനായിട്ട് അരച്ചെടുക്കണം. നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇതിലോട്ട് ഉപ്പും ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ശകലം കൂടെ വേകാനുണ്ട്. അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടാനായിട്ട് ഇത് തിളയ്ക്കുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അരപ്പ് ചേർത്തിട്ട് തിളയൊക്കെ വന്നു. ഇനി നമുക്ക് മോരൊന്ന് ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഇല്ലെങ്കിൽ പിന്നെ മോര് പിരിഞ്ഞു പോകും. ഇത് ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ട് അതിനകത്തൊരു ശകലം വെള്ളവും കൂടെ ചേർത്ത് മോരാക്കി വെച്ചിരിക്കുക. ഇത് അധികം പുളിയൊന്നും ഇല്ലാത്ത തൈരാണ്. ഇതുകൂടെ നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മോര് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കറി തിളക്കരുത്. ഒന്ന് ചെറുതായിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വന്ന് ചെറിയൊരു തിള വരുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി തീ നമുക്ക് ഇത്തിരി കൂടെ കൂട്ടി വെച്ചിട്ട് ഇളക്കി ഇതൊന്ന് ചൂടാക്കണം. നല്ലതായിട്ട് ചൂടാവണം. തിളച്ച് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. നല്ലതായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനെ തവി പൊക്കുമ്പോൾ അതിൽ നിന്ന് ചെറിയതായിട്ട് പുക വരുന്നത് അതിൻ്റെ പരുവം. അപ്പം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തേക്കാം. നമ്മുടെ ഒഴിച്ചുകറി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി അതിനൊന്ന് കടു വറുത്തിടാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക്,
നമ്മുടെ സ്പെഷ്യൽ വെള്ളരിക്ക മാങ്ങ മോരൊഴിച്ച കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൂട്ടാൻ വളരെ രുചികരമായിട്ടുള്ള ഒരു കറിയാണ്. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള ഒരു ഒഴിച്ച് കറിയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയറും ചെയ്ത് കൊടുക്കണം. മറ്റൊരു അടിപൊളി റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം.